ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ. ഇനി നമ്മൾ ഡെമോക്രസി ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോ കാണുക. സി കുഞ്ഞിക്കാവമ്മ. When Gandhiji first visited Kerala, she made her son put a tulasi garland woven with gold thread around Gandhiji's neck. If you want me to accept the gift, you must take a pledge to wear only khadi clothes for the rest of your life, Gandhiji suggested. She kept that promise until the end of her life, and she suffered imprisonment several times as part of the protest. In 1938, she was elected President of Kerala Pradesh Congress Committee. She was also active in the Harijan Uplift and Khadi campaign. എന്താണ് സി കുഞ്ഞിക്കാവമ്മയെ പറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത്? ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയപ്പോൾ സി കുഞ്ഞിക്കാവമ്മയുടെ മകനെ കൊണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യണം? സ്വർണ്ണ നൂലി നെയ്ത തുളസിമാല ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം ഗാന്ധിജിയുടെ അടുത്ത് ചെന്നപ്പം ഗാന്ധിജി അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരു നിബന്ധന വെച്ചു. ജീവിതകാലം മുഴുവൻ ഖാദി വസ്ത്രം മാത്രം ധരിക്കൂ എന്നാണ് ആ ഒരു നിബന്ധന. അപ്പോൾ അത് കേട്ടപ്പം ഈ ഒരു കുഞ്ഞിക്കാവമ്മ അത് സമ്മതിക്കുകയും ആ വാഗ്ദാനം ജീവിതത്തിൻ്റെ അവസാന കാലം വരെ, കണ്ടോ, എൻഡ് ഓഫ് ഹെർ ലൈഫ്, അണ്ടിൽ ദ എൻഡ് ഓഫ് ഹെർ ലൈഫ്, ആ ഒരു ജീവിതത്തിൻ്റെ അവസാനം വരെയും അവർ ആ ഒരു വാക്ക് പാലിക്കുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിനാൽ അവർ പല പ്രാവശ്യം ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് സി കുഞ്ഞിക്കാവമ്മയെ തിരഞ്ഞെടുത്തു. അതുപോലെ ഹരിജൻ അപ്ലിഫ്റ്റ് പ്രവർത്തനങ്ങളിലും ഖാദി പ്രചാരങ്ങളിലും ഒക്കെ ഈ ഒരു കുഞ്ഞിക്കാവമ്മ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം നടത്തി. ഇതാണ് സി കുഞ്ഞിക്കാവമ്മയെ പറ്റിയിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആ ഒരു രൂപീകരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ആ ഒരു രൂപീകരണം. ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി, ദ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് ആൻഡ് മെയ്യഴി, which can be considered part of Kerala based on geographical, linguistic, cultural, economic and administrative considerations, should be organized together as a self-government within the Indian Union. All the powers of government in this union should be vested in the people. From resolution of the Aikya Kerala Convention held in Thrissur in 1947. അതായത് ഐക്യ കേരള കൺവെൻഷൻ തൃശ്ശൂരിൽ വെച്ച് 1947 നടന്ന അതിൽ നിന്നെടുത്തൊരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൗഗോള, ഭാഷ, സാംസ്കാരിക, സാമ്പത്തിക, ഭരണപരമായ ഘടകങ്ങൾ. എന്താണ്? ജോഗ്രഫിക്കൽ, ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസിഡറേഷൻസ്. ഘടകങ്ങളെ അടിസ്ഥാനമാക്കി തൃശ്ശൂർ, കൊച്ചി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേരള ഭാഗങ്ങൾ, മയ്യഴി എന്നിവയെല്ലാം കേരളത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് കണക്കാക്കി. ഈ പ്രദേശങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു സ്വയംഭരണ സംസ്ഥാനമായി ഇന്ത്യൻ യൂണിയനിൽ രൂപീകരിക്കണം. ഈ സംസ്ഥാനത്തിലെ രാഷ്ട്രീയാധികാരം മുഴുവനും ജനങ്ങളുടേതായിരിക്കണം. ജനാധിപത്യം, ഡെമോക്രസി. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിലെ പ്രമേയത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. Have you read the demand of the resolution give above? This is a resolution to unite
Kerala, which was a separate administrative region, and create the state of Kerala. Let us examine the important events that led to the formation of an ഐക്യ കേരള. അതായത് 1921 ഒരു ഇന്ത്യൻ പ്രൊവിൻസ് നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാമെന്ന് കരുതി. അതോ ഇത് വായിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ഓക്കെ, വായിച്ചിട്ട് പറയുവാണെങ്കിലും കുഴപ്പമില്ല. വായിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. ഇവിടെ പറഞ്ഞ ഇത്രയൊക്കെ തന്നെയാണ് ഐക്യ കേരള കൺവെൻഷനിൽ വെച്ച് തൃശ്ശൂരിൽ നടന്നതിൽ വെച്ച് ഉണ്ടായ ഒരു കാര്യമാണിത്. ഇതിനകത്തും പറയുന്ന ഇത്രയൊക്കെ തന്നെയുള്ളൂ. കേരളത്തെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു രൂപീകരണ സമയത്തിൻ്റെ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. 1921 in 1921 the All Kerala Provincial Conference held at Ottapalam was attended by representatives of Malabar, Kochi and Travancore. അതായത് 1921 ഒറ്റപ്പാലത്തിൽ നടന്ന ഓൾ കേരള പ്രൊവിഷണൽ കോൺഫറൻസിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. In 1928, the Payyanur Congress Conference, chaired by Jawaharlal Nehru, demanded that Kerala be reorganized as a separate state when the Constitution of Independent India was being formulated in the future. അതായത് 1928 ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചിട്ട് പയ്യന്നൂർ കോൺഗ്രസ് കോൺഫറൻസിൽ ഭാവിയിൽ രൂപീകരിക്കപ്പെടുന്ന ഭരണഘടനയിൽ കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ആവശ്യം ഉയർത്തി. Following this, a committee was formed to work toward the goal of an ഐക്യ കേരള and its conventions were held at various places. അപ്പം ഇതിനെ തുടർന്നിട്ട് ഐക്യ കേരള ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ച് കൊണ്ടിട്ട് കുറേ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. പല സ്ഥലങ്ങളിൽ വെച്ച് ഇത് ഈ ഒരു സമ്മേളനങ്ങൾ നടക്കുകയും ചെയ്തു. The merging of Travancore and Kochi to form Tirukochi on 1st July 1949 was an important step towards the goal of forming the state of Kerala. 1949 ജൂലൈ 1 എന്തുണ്ടായി? തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്നിട്ട് തിരുക്കൊച്ചി എന്ന ഒറ്റ ഒരു സംസ്ഥാനമായിട്ട് രൂപീകരിച്ച സംഭവം കേരള സംസ്ഥാന രൂപീകരണത്തിലേക്ക് ഒരു നിർണായക ഘടകമായിട്ട് തന്നെ മാറി. ഇതേ തുടർന്നിട്ടാണ് പിന്നീട് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒറ്റ ഒരു ഇതായിട്ട് മാറിയതെന്നാണ് പറയുന്നത്. ഇവിടെ ഇനി മാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ. അവിടെ നോക്കിക്കേ, അവിടെ സൈഡിലൊരു കാര്യം കണ്ടോ? The stone placed on the border between the Kochi Travancore states are known as Kottukallu. Ko refers to Kochi and T refers to Tiruvidaംകൂർ. അതായത് കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്കിടയിലുള്ള സ്ഥലങ്ങളിൽ കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കല്ലിനെ കൊത്തിക്കല്ല് എന്നാണ് പറയുന്നത്. കൊത്തിക്കല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? കോ എന്ന് പറഞ്ഞാൽ കൊച്ചിയെയും തീ എന്ന് പറഞ്ഞാൽ ട്രവാൻകൂറിനെയാണ് അവർ റെഫർ ചെയ്യുന്നത്, അതായത് അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ. ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ, the Faisal Ali Commission was formed to reorganize the states of India based on language. As per the recommendations of the commission, the state of Kerala came into existence on 1st November 1956 by merging Malabar and Tirukochi. The taluks of Thuvala, Agastishwaram, Kalkulam, Vilavankodu, which were part of Travancore, were added to the Madras state, present-day Tamil Nadu. The taluk of Kasaragod, which was part of South Karnataka, was added to Kerala.
ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പല ഭാഷകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഫസൽ അലി കമ്മീഷനാണ് വഴിയാണ് ഇത് രൂപീകരിച്ചത്. അതാണ് ഇതിനു വേണ്ടി രൂപീകരിച്ചത്. അപ്പം കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. അതുകൊണ്ടാണ് നവംബർ 1 കേരളപ്പിറവി. ഓക്കെ. തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ഭാഗങ്ങളായിരുന്ന താലൂക്കായിരുന്നു ഏതൊക്കെ? തൂവല, അഗസ്തീശ്വരം, കൽക്കുളം, പിന്നെ വിളവൻകോട്. ഇതൊക്കെ ട്രാവൻകൂറിന്റെ ഭാഗമായിരുന്നു, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. അതൊക്കെ തമിഴ്നാട്ടിലേക്ക്, അതായത് അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിലേക്ക് അവരെന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതുപോലെ തന്നെ കാസർഗോഡിന്റെ താലൂക്കുകളായിരുന്ന ദ താലൂക്ക് ഓഫ് കാസർഗോഡ്. കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം എന്തായിരുന്നു? കർണാടകയുടെ ഭാഗമായിരുന്നു. അത് നമുക്കും തന്നു. ഓക്കെ, മനസ്സിലായോ? അതായത് തിരുവിതാംകൂറില് ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങൾ തൂവല, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ഇതൊക്കെ മദ്രാസ് സ്റ്റേറ്റിന് കൊടുത്തിട്ട് കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തെ സൗത്ത് കർണാടകയുടെ ഭാഗമായിരുന്ന കാസർഗോഡിനെ നമ്മളിങ്ങ് എടുത്തു. അതാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. The general election in Kerala was held in February and March 1957. And on 5th April, the first ministry under the leadership of EMS Namboodiripad assumed power in Kerala. അതായത് ആദ്യത്തെ ഇലക്ഷൻ നടന്നത് എപ്പോഴാണ്? ആദ്യത്തെ ജനറൽ ഇലക്ഷൻ കേരളത്തിൽ നടന്നത് എപ്പോഴാണ്? ജനറൽ ഇലക്ഷൻ നടന്നത് കേരളത്തിൽ ഫെബ്രുവരിയിലും മാർച്ചിലും ആയിരുന്നു 1957. ഏപ്രിൽ 5 ആദ്യത്തെ മിനിസ്ട്രി ലീഡർഷിപ്പ് വന്നു. ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു ആ ഒരു ജനപ്രതിനിധി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കുറേ അധികം പാർട്സ് പോയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പാർട്സും കണ്ടിന്യൂഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഉറപ്പായിട്ടും കാണുക. നിങ്ങൾക്കിങ്ങനെ സെർച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുമല്ല, നിങ്ങളിപ്പം ഓരോ ദിവസം വരുന്നതും കാണുന്നതാണെങ്കിൽ വളരെ നന്ദി. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ ബൈ ഗായ്സ്. നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ബൈ ഗായ്സ്.